നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 101 മാർക്ക് ക്വസ്റ്റ്യൻ +2ൻ്റെ. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. കാരണം സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ 1 മാർക്ക് അല്ല, സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ 30 മുതൽ 40 വരെയൊക്കെ ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു 10 ടെക്സ്റ്റ് വായിക്കുന്നതോ ഒരു 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോ സമയം പോലും വേണ്ട. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നല്ല ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് പോകാം. ഒരു ഐഡിയ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനെ കുറിച്ച് കിട്ടുകയും ചെയ്യും. ഇത് ഒരുപാട് പ്രയോജനമുള്ള വീഡിയോ ആണ്, നിസ്സാര വീഡിയോ അല്ല. ഇത് ഒരുപാട് പ്രയോജനമുള്ള വീഡിയോ ആണ്. നമ്മളതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. കഷ്ടപ്പാട് എന്ന് പറയുന്നില്ല, കാരണം ഇതെൻ്റെ ജോലിയാണ്. നിങ്ങളുടെ ജോലി ഇത് നന്നായിട്ട് കണ്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ റെഡിയാക്കി കളയുക. ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനം ചെയ്യുന്ന വീഡിയോകളും ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അന്നേരം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ 1, 2 അല്ല, എത്രയാണ്? 100 എണ്ണം. അന്നേരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ. ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ സെമി കണ്ടക്ടറിനകത്ത്. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? ഡോപ്പിംഗ് എന്നാണ്. ഡോപ്പിംഗ്. ഓക്കെ. നമ്പർ 1, യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ ഫാരഡാണ്, റെസിസ്റ്റൻസിൻ്റെ ഓമാണ്, ഇൻഡക്റ്റൻസിൻ്റെ ഹെൻറിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും എന്ന് ചോദിച്ചാലും അത് ഹെൻറി തന്നെയാണ്. നമ്പർ 3, പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ. ജനറേറ്റർ എന്ന് ചോദിച്ചാൽ പോലും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്പർ 4, ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ്. ഒരു വട്ടം എനിക്കൊന്ന് പബ്ലിക്കേഷൻ ചോദിച്ചാണ്, പലരും തെറ്റിക്കും. ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. ഇൻഡക്റ്റൻസ്. 1 ടെസ്ല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എഴുതാനൊരു ടൈപ്പ് ചെയ്ത് പോകേണ്ട മിസ്റ്റേക്കാണ്. 10⁻⁴ ഗോസാണ്. 1 ടെസ്ല 10⁻⁴ ഗോസും 1 ഗോസ് തിരിച്ച് 10⁻⁻⁴ ടെസ്ല. പിന്നെ 6th ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ബി ദെയർ ഇൻ 1 കുളംബ്? 6.25 × 10⁻18 മണ്ടയ്ക്ക് പോകണം. 18 ഇലക്ട്രോൺസ്. അത്തരം പറയുമ്പോൾ തന്നെ നിങ്ങളങ്ങ് പഠിച്ചു പോവുകയാണ്. ആ രീതിയിൽ വേണം പോകാൻ. അല്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് റിപ്പീറ്റ് അടിച്ചാൽ പോരെ. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണ്? 1.6 × 10⁻⁻19 ജൂൾ. SI യൂണിറ്റ് ഓഫ് കറണ്ട് ഡെൻസിറ്റി ആംബിയർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ആംബിയർ m/2. ഓക്കെ, സോറി, ആംബിയർ m/2. ഡാഷ് ആർ യൂസ്ഡ് ഇൻ റഡാർ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഒക്കെ യൂസസ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഇൻ റഡാർ. R = അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടതാണ്, കാരണം പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാം, 1 മാർക്കായിട്ട് ചോദിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ പഠിച്ച് കാണും. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത് തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്ന് പറയുന്ന അഗാധമായ ബന്ധമാണ്. R = അതിന് F = R/2. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചോണം. റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ അമ്മീറ്റർ ഈസ്. ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആണ്. എന്നാൽ ഒരു ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് ഓർക്കാൻ എളുപ്പമായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണും. 13, വെക്റ്റർ ഫോം ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. F = BQV sin θ ആണ്. BQV sin θ. ഇതിനെ വെക്റ്റർ ഫോമിലാക്കുന്നത് Q × വെക്റ്റർ. Q പുറത്താണ്, അതിന് വെക്റ്റർ ഇല്ല. വെക്റ്റർ V × വെക്റ്റർ B. വെക്റ്റർ F = വിച്ച് ഫോം ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ? മാഗ്നറ്റിക് എനർജിയാണ്. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് മാഗ്നറ്റിക് എനർജി. എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഈസ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എഫിഷ്യൻസി 100% ആണ്. 100% എഫിഷ്യൻസി. ദി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇംപ്ലൈസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ്. അതിനകത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനകത്ത് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Q = +or - NE. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ Q = +or- വേണ്ട, Q = NE എന്ന് പറഞ്ഞു ചെയ്താൽ മതി. ഓക്കെ, fill in the blanks. The force between 2 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. 2 point charges is directly proportional to the product of the charges. അതാണ് ഇവിടെ. And inversely proportional to the square of the distance between them. Coulomb's law. Okay. 18. Coulomb electrostatic force is a conservative
ഫോഴ്സ് കൺസർവേറ്റീവ് ആണോ നോൺ കൺസർവേറ്റീവ് ആണോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ, ഇത് കുളമെന്ന് വേണ്ട, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസിങ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് സീറോ. ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ക്ലോസ്ഡ് സർഫസിനകത്ത് ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് നോക്കിയാൽ മതി. ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ. ഇതൊക്കെ ഞങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടോ? ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കേണ്ട. ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്മോൾ ആർ. ദി വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് എ ചാർജ് കണ്ടക്ടർ ഈസ് സീറോ. ഒരു ചാർജ്, ഒരു കണ്ടക്ടറിനകത്തെ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ അതിനെ ആ പ്രോസസ്സിനെ പറയുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്നാണ്. അത് വെച്ച് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ റാദർ ദാൻ ഔട്ട്സൈഡ് എ ട്രീ ഓർ എൻ ഓപ്പൺ ഗ്രൗണ്ട് ഡ്യൂറിങ് തണ്ടർസ്റ്റോം ഓർ ലൈറ്റനിങ് വൈ. നമ്മൾ തുറസായ സ്ഥലത്ത് ഇടിയും മിന്നലുള്ളപ്പോൾ നിൽക്കരുത്, കാറിനകത്തിരിക്കുന്നത് സേഫ് ആണെന്ന് പറയാനുള്ള കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ്. കാരണം നമ്മൾ കാറിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, മെറ്റാലിക് ഷീൽഡിംഗ് ഉണ്ട്, ചാർജസിനെ ഇത് പിടിച്ചെടുക്കും. ഇലക്ട്രിക് ഫീൽഡ് താഴോട്ട് സീറോ ആണ്, ഇൻസൈഡ് എപ്പോഴും സീറോ ആണ്. ഓക്കെ. ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് കുളമ്പ് മീറ്റർ. സെൻറ്റിമീറ്റർ എന്ന് വായിക്കരുത്, കുളമ്പ് മീറ്റർ. ദി റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദി ഇക്വിറ്റോറിയൽ പോയിന്റ് ആൻഡ് ദി ആക്സിയൽ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഈസ് 1:2. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആക്സിയൽ ലൈൻ്റെയും ഇക്വിറ്റോറിയൽ ലൈൻ്റെയും കറക്റ്റ് നമുക്ക് 1:2 എന്ന് തന്നെ കിട്ടും. 24. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ σ/ε0. ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ്, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ. ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം, റെസ്റ്റ് ഉള്ള ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ആണ് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിൻ്റെ +2 ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സ്. ഇതൊക്കെ ചേർത്തൊക്കെ പറയുകയാണ്, എന്നിട്ട് നിങ്ങൾക്ക് ഡബിൾ തമാക്കുകയാണ്. എ ഡിവൈസ് യൂസ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേര് കപ്പാസിറ്റർ. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് കപ്പാസിറ്റൻസ്. ഓക്കെ. കിർച്ചോഫ് ഫസ്റ്റ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് ചാർജ്. What happens to the capacitance if the distance between the plates of a parallel plate capacitor is halved? അതായത് ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഡബിൾ ആവും, ഇരട്ടിയാവും. ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. എല്ലാത്തിനും SI യൂണിറ്റ് പഠിക്കുന്നത് നല്ലതാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ടെസ്ല, റെസിസ്റ്റൻസിൻ്റെ ഓം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. ദി കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഈസ്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല, 4πε0r, where r is the radius of the sphere. ദി സ്ലോപ്പ് ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി സ്ലോപ്പ് ഓഫ് QV ഗ്രാഫ് റെപ്രസെൻറ്റ്സ്, ക്യൂവും വിയും വെച്ച്, കാരണം C = Q/V അല്ലേ, ക്യൂവും വിയും വെച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് കിട്ടുന്നത് വെച്ചാൽ കപ്പാസിറ്റൻസ് ആണ്. C കപ്പാസിറ്റൻസ്. ദി ഏരിയ അണ്ടർ ദി QV ഗ്രാഫ് റെപ്രസെൻറ്റ്സ്, ഇത് രണ്ടും തെറ്റിപ്പോകരുത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം ഇത് രണ്ടും. ദി ഏരിയ അണ്ടർ QV ഗ്രാഫ് റെപ്രസെൻറ്റ്സ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അന്നേരം അതിൻ്റെ എനർജി സ്റ്റോർഡിൻ്റെ ഡെറിവേഷൻ വേണ്ട, അതിൻ്റെ ഇക്വേഷൻ മാത്രം മതി. U = ½ CV². ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. ദി വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ ഈസ് J = σE. J = σE. ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് വെക്റ്റർ ലോസ് ഒന്നും ഒബേ ചെയ്യാത്തതുകൊണ്ട് അവനെ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, അനുസരിക്കത്തില്ല. അതുകൊണ്ട് അവനെ സ്കെയിലർ ക്വാണ്ടിറ്റി ആക്കി നമ്മൾ മാറ്റി. ഓക്കെ. 35. 36. റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ, ഏരിയ, ലെങ്ത്, ഓൾ. മെറ്റീരിയലാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ്. ദി SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ദി യൂണിറ്റ് ഫാരഡ് ഈസ് ഈക്വലന്റ് ടു, കാരണം C = Q/V. Q എന്ന് പറയുന്നത് ചാർജാണ്, ചാർജിൻ്റെ കുളമ്പ്, ബൈ പൊട്ടൻഷ്യലിൻ്റെ വോൾട്ട്, കുളമ്പ് പെർ വോൾട്ട്. ദി യൂണിറ്റ് ഓഫ് ഓം ഈസ് ഈക്വലന്റ് ടു വോൾട്ട് പെർ ആംബിയർ. R = V/I. വിയുടെ വോൾട്ട്, ഐയുടെ ആംബിയർ, അതുകൊണ്ടാണ് വോൾട്ട് പെർ ആംബിയർ വന്നത് കേട്ടോ. കിർച്ചോഫ് സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ
ബേസ് ചെയ്തിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജും സെക്കൻഡ് ലോ ബേസ് ചെയ്തിരിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമാണ് കേട്ടോ. രണ്ടും ഒരുമിച്ച് പഠിക്കുക. ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈസ് ഈക്വൽ ടു EMF. ദി SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെയും എല്ലാം ടെസ്ലയാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് along ദി ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഈസ് 0. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈ ഉത്തരം അറിയത്തില്ലെങ്കിൽ നമ്മൾ 0 വെച്ച കാച്ച് ചിലപ്പം ശരിയാകാറുണ്ട്, എന്നാലും ചിലപ്പം തെറ്റാറുള്ളൂ. 50-50 ദി മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഈസ് BQV സൈൻ തീറ്റ. അത് തന്നെയാണ് QVB സൈൻ തീറ്റ, BQV സൈൻ തീറ്റ. ദി മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ഇപ്പോൾ F ഈസ് ഈക്വൽ ടു BQV സൈൻ തീറ്റ തന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അവിടെ ചാർജ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആണെങ്കിൽ F ഈസ് ഈക്വൽ ടു 0. അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. And an electric charge Q is moving with the velocity v in the direction of a magnetic field B. The magnetic force acting on the charge is അവിടെ 0 ആണ്, കാരണം V is parallel to B. A charged particle enters a uniform magnetic field at an angle of 40. Its path becomes helix. Helix എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആ സോളിന് വേണ്ട ഈ ഒരു ഇതിനാണ് ഹെലിക്സ് എന്ന് പറയുന്നത്. ഹെലിക്സ്. The path of a charged particle entering parallel to a uniform magnetic field will be a straight line. ഇതെല്ലാം ഓർത്തിരിക്കുക, ഷേപ്പുകളല്ല. ദി പാത്ത് ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ സർക്കുലർ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള. 49 ആൻഡ് 50 ദി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. അതെന്ന് എനിക്കൊന്ന് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം പറയുന്നത് തന്നെ ക്ലോസ്ഡ് ഇൻ്റർവൽ B ഡോട്ട് ds എന്ന് പറയുന്നത് 0 ആണ്. ദി വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദി പോൾ ഈസ് 90 ഡിഗ്രി. The order of magnitude of magnetic field of Earth in Tesla is 10⁻⁻⁵ Tesla. Order of magnitude of magnetic field of Earth, magnetic field of Earth in ടെസ്ലയിലോട്ട് വരുമ്പോൾ 10⁻⁵ Tesla. And electrical device which converts mechanical energy into electrical energy is generator. Lenz's law is accordance with the law of conservation of energy. ലെൻസസ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോമഗ്നറ്റിക്സിനകത്ത് 2 ലോ ഉണ്ട്, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. ലെൻസസ് ലോയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഫ്ലക്സ് കിട്ടി, EMF കിട്ടി, കറണ്ട് കിട്ടുന്നതാണ്. അന്നേരം മൂവ് ചെയ്യിപ്പിക്കും കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി, കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ടാണ്, അതാണ് ഇലക്ട്രിക്കൽ എനർജി കേട്ടോ. അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ലെൻസസ് ലോ. അതായത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെൻസസ് ലോ ആണ്. E ഈക്വൽ ടു -d∅dt. ഫാരഡേസ് ലോയ്ക്ക് മൈനസ് ഇല്ലെന്നേ ഉള്ളൂ. E ഈക്വൽ ടു d∅dt. ദി എക്സ്പ്രഷൻ ഫോർ മോഷണൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് V ഈക്വൽ മോഷണൽ EMFനുള്ള ഇക്വേഷൻ V ഈക്വൽ BLV. ഇവിടെ ഒരു V പൊട്ടൻഷ്യൽ, ഒരു V വെലോസിറ്റിയുമാണ്, അതുകൊണ്ട് ക്യാൻസൽ ആകത്തില്ല കേട്ടോ. എ കപ്പാസിറ്റർ ബ്ലോക്സ് ഓർത്തിരിക്കണേ. ഡയറക്റ്റ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അലൗസ് AC അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. 58 ആൻഡ് ഇൻഡക്ടർ ബ്ലോക്സ് AC ബ്ലോക്ക് ചെയ്യും ഇൻഡക്ടർ ആൻഡ് അലൗസ് DC. മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇൻ എ കപ്പാസിറ്റർ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. വിച്ച് ഫോം ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ? ഇലക്ട്രിക് എനർജിയാണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് എനർജിയാണ്. ഇനി ഇതൊക്കെ കമ്പാരിസൺ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ദി SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓർ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ്, റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് ഓം എന്ന് വന്നത്. ദി എക്സ്പ്രഷൻ ഫോർ RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഈസ്, നിങ്ങൾക്കറിയാം VRMS AC-ക്കകത്താണ്. VRMS ഈക്വൽ V0/√2, IRMS ഈക്വൽ I0/√2. ഇനി ERMS ഈക്വൽ ടു E0/√2. ദി ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഓഫ് ആർ റെപ്രസെൻറ്റഡ് ആസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആൻഡ് ആർ കോൾഡ് ഫേസർ ഡയഗ്രാം നിങ്ങൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം. ആൻഡ് 65 ദി ഡിവൈസ് യൂസ്ഡ് ടു ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി ഇൻപുട്ട് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. AC വോൾട്ടേജിൻ്റെ വോൾട്ടേജ് കൂട്ടുന്നതിന് നമ്മൾ പറയുന്ന പേര്, ആ ഡിവൈസിനെ പറയുന്നത് ട്രാൻസ്ഫോമറാണ്. വോൾട്ടേജ് കൂട്ടുന്നതിനെ പറയുന്ന ഒരു സ്റ്റെപ്പ് അപ്പ് എന്നും വോൾട്ടേജ് കുറയ്ക്കുന്നതിനെ പറയുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ്. ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡാഷ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഇതും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് തിരിച്ചാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് ഉള്ളതാണ്.
ദി എക്സ്പ്രഷൻ ഫോർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് XL = L ഒമേഗ. എന്നാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണെങ്കിൽ XC = 1/C ഒമേഗ. ഇതൊക്കെ നിങ്ങൾ സർക്യൂട്ട് കണ്ടതിന് ഇൻഡക്ടർ ഉള്ളി കപ്പാസിറ്റർ ഉള്ളിക്ക് അതൊക്കെ പഠിക്കുന്നതാണ്. ദി SI യൂണിറ്റ് ഓഫ് ദി ടൈം ε0 d∅/dt ഈസ് ആംബിയർ. ഓക്കെ, ഇതും തെറ്റാൻ ചാൻസ് ഉള്ളതാണ്, എൻട്രൻസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 72. ദി എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ID, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ε0 d∅/dt. The velocity of an electromagnetic wave is related to the absolute permeability and the permittivity is as C = ഇതൊക്കെ പഠിച്ചോണം 1/√μ0ε0. The velocity of an electromagnetic wave is related to the electric and magnetic field intensity as അവിടെയും പഠിച്ചോണം C = E/B. C = E0 ഇങ്ങനെയും പഠിക്കാം, E0/B0. ഇതൊക്കെ പ്രോബ്ലത്തിനകത്തൊക്കെ ചോദിക്കുന്നതാണ്. C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? എക്സ്റേ, ഗാമ റേ, ബീറ്റ റേ, മൈക്രോവേവ്സ്. ബീറ്റ റേസ്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് RMI, VUX, ഗാമ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ് റേസ്, ഗാമ റേസ്. അത് വരാത്തത് ബീറ്റ റേസ്. 7 റേസേ ഉള്ളൂ. ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അക്കോർഡിംഗ് ടു ദെയർ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വേവ് ലെങ്തിൻ്റെ ഓർഡറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. The electric field of a plane electromagnetic wave traveling in the positive z direction is Ex = equation for electromagnetic wave. Electromagnetic waves question ആണ്. Ex = E0 sin kz - ωt. The electromagnetic waves are transverse waves. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അതിൻ്റെ സ്പീഡ് തന്നെ ലൈറ്റിൻ്റെ അതേ സ്പീഡ് തന്നെയാണ്. കാരണം ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് ലൈറ്റ് വേവ്സ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനകത്ത് വരുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എപ്പോഴും ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ഒരിക്കലും ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് അല്ല. The electromagnetic wave having shortest wavelength is gamma rays. Gamma rays ആണ് shortest wavelength. The phenomenon of light take place in mirrors. എപ്പോഴും മിററിൽ റിഫ്ലക്ഷനും ലെൻസിൽ റിഫ്രാക്ഷനുമാണ് പ്രോപ്പർട്ടി കേട്ടോ. ഡാഷ് ഇസ് എ കൺവേർജിങ് മിറർ. കോൺകേവ് മിററിനെയാണ് കൺവേർജിങ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് മിററിനെയാണ് ഡൈവേർജിങ് മിറർ എന്ന് പറയുന്നത്. തിരിച്ചു വരാം. ഓക്കെ. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഈസ് ഈക്വൽ ടു ദി, നമ്മളിപ്പോൾ പഠിച്ചതാണ്, ഫോക്കൽ ലെങ്ത് ഹാഫ് ആണ്. R = 2f, F = R/2. അന്നേരം റേഡിയസ് ഓഫ് കർവേച്ചർ ഫോക്കൽ ലെങ്ത് പകുതിയാണ്, ഹാഫ് ആണ്. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ഈസ് നെഗറ്റീവ്, കോൺവെക്സ് മിറർ ഈസ് പോസിറ്റീവ്. ഓക്കെ. ഡാഷ് മിറർ ഈസ് യൂസ്ഡ് ആസ് സൈഡ് മിറർ ഇൻ വെഹിക്കിൾസ്, മറ്റേ റെയർ വ്യൂ വെഹിക്കിൾസ്, കോൺവെക്സ് മിറർ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം, കോൺകേവ് മിറർ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ജസ്റ്റ് ഒരു സംശയമുള്ളതാണ്, ഒന്ന് ചെക്ക് ചെയ്തേരെ. ദി ചേഞ്ച് ഇൻ ദി പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഈസ് റിഫ്രാക്ഷൻ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് വരുമ്പം ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ബെൻഡിങ് ഓഫ് ലൈറ്റിനെ പറയുന്നവരാണ് റിഫ്രാക്ഷൻ. റീസൺ ഫോർ എയർലി സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് എ ഗ്ലാസ് സ്ലാബ് ഫ്രം എയർ ഇറ്റ്സ് വേവ് ലെങ്ത് ഡിക്രീസസ് ആണ്. Dash is a converging lens, convex lens. Dash is a diverging lens, concave lens. Dash lens is used as a magnifying lens, convex lens. The SI unit of power of a lens is diopter. Reciprocal of focal length ആണ് power of a lens എന്ന് പറയുന്നത്. പവർ ഓഫ് എ ലെൻസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഏത് നേച്ചറാണ് ട്രാൻസ്വേഴ്സ് നേച്ചറായിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പോളറൈസേഷൻ. ദി നെയിം ഓഫ് ദി വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഈസ് കോൾഡ് മാറ്റർ വേവ്സ് അല്ലെങ്കിൽ നമ്മുടെ അണ്ണൻ ഡി ബ്രോഗ്ലി വേവ്സ്. 95. 96. ദി കോണ്ട പാർട്ടിക്കിൾ ഫോം ഓഫ് ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റൈസേഷൻ ഈസ് നോൺ ആസ് ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറയുന്നത് തന്നെ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി കോണ്ടൈസ് ഇൻ ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം. സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രൂവ് ചെയ്യുന്ന തന്നെ ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യുന്നുണ്ട്, ആംഗുലർ മൊമെൻറ്റം ആണ്. L = NH/2π. The value of Bohr radius of the lower orbit is 0.53 Armstrong. Armstrong എന്ന് പറഞ്ഞാൽ 10⁻⁻10 meter. The SI unit of activities, radioactivity, is becquerel. Radioactivity എന്ന് എഴുതിയാലും കുഴപ്പമില്ല. Radioactivity is becquerel. BQ എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യൂറിയും മറ്റേത് റുദർഫോർഡ്. A device which converts AC into DC is rectifier.
AC DC ആക്കുന്ന ഡിവൈസിനെ പറയുന്നവർ റെക്ടിഫയർ, ആ പ്രോസസ്സിനെ പറയുന്നവർ റെക്ടിഫിക്കേഷൻ. ഓർത്തോണം. പിന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ, നമുക്ക് 100, 150, 200 ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം. ഈ 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ 1 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. ഏതാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറയുന്നത് നമ്മളല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം ഇത് പബ്ലിക് എക്സാമിന് വേണ്ടി പരമാവധി മാക്സിമം കണ്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അന്നേരം ബെസ്റ്റ് വിഷസ് നിങ്ങളുടെ എക്സാംസുകൾക്കെല്ലാം. നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്. 1, 2 ക്വസ്റ്റ്യൻ അല്ല, 101 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ.